ഹായ്, നമ്മളെ ഇലക്ട്രോണിക് സിറ്റി വീട്ടിൻ്റെ അടുത്ത് തന്നെയില്ല ഒരു ടെമ്പിൾ ഉണ്ട് ഇരിക്കുകയാണ്. നമുക്ക് ആ ടെമ്പിളിലെ വിശേഷങ്ങളും പിന്നെ ഡൽഹിയിലും ഉണ്ട് തോന്നുന്നു, ജയ്പൂരിലും ഉണ്ട് ബിർള മന്ദിർ. ഏകദേശം ഈ ഫ്ലവർ കണ്ട അടിപൊളി. ബാംഗ്ലൂരിൽ ഒരുപാട് ഗാർഡനിലെല്ലാം കണ്ട നല്ല ഫ്ലവറാണ്. ഇത് നല്ല രസമുണ്ട് വിരിഞ്ഞിട്ട് കാണാൻ വേണ്ടി. അങ്ങനെ നമ്മൾ സുശീൽധാം ടെമ്പിള് കണ്ടു, തിരിച്ചിറങ്ങാണ്, വീട്ടിലേക്ക് പോവാണ്. നോക്കിയേ പുറകിൽ സുശീൽധാം ടെമ്പിള്. ഹായ്, നമ്മളെ ഇലക്ട്രോണിക് സിറ്റി വീട്ടിൻ്റെ അടുത്ത് തന്നെയില്ല ഒരു ടെമ്പിളുണ്ട്, ജെയിൻ ടെമ്പിളാണ്. അപ്പോൾ ഞാനവിടെ ഒരുപാടായി വരണം എന്ന് വിചാരിച്ചിട്ട് വർഷങ്ങൾക്ക് മുന്നിലേ വന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മളെ കസിനും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ജെയിൻ ടെമ്പിൾ സുശീൽധാം എന്നാണ് അതിൻ്റെ പേര്, കാണാൻ വന്നിരിക്കുകയാണ്. നമുക്ക് ആ ടെമ്പിളിലെ വിശേഷങ്ങളും കാണാം. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മൾ ഈ ടെമ്പിളിൻ്റെ മുന്നിലായില്ലത്. ഇത് ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് ഹൊസൂറിലേക്കുള്ള റൂട്ടിൽ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഈ ടെമ്പിൾ കിട്ടുന്നത്. ഇത് മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത് മാർബിളിലാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. ശരിക്കും ഒരു ഗംഭീര ടെമ്പിളാണ്. നമ്മൾ ഡൽഹിയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ലോട്ടസ് ടെമ്പിളല്ല, പിന്നെ ജയ്പൂരിലുള്ള ടെമ്പിൾ ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഓർമ്മയില്ലല്ലോ. ഓക്കെ, അതിൻ്റെ ഒരു സ്റ്റൈലിലാണ് ഇവിടെ വന്നാൽ. ബിർള മന്ദിർ നമ്മൾ പിന്നെ ഡൽഹിയിലും ഉണ്ട് തോന്നുന്നു, ജയ്പൂരിലും ഉണ്ട് ബിർള മന്ദിർ. ഏകദേശം അതിൻ്റെ അതേ ഒരു സ്റ്റൈലിലാണ് ഈ ടെമ്പിൾ. നല്ല നോക്കിക്കേ, ഈ ട്രീ ഒരു വേറെ തന്നെ രസമാണ് ഇതിൻ്റെ മുന്നിൽ. അത് കൂടാണ്ട് ഈ നല്ല വൈറ്റ് കളറിൽ മാർബിളിൽ മൊത്തം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടെമ്പിളാണിത്, ജെയിൻ ടെമ്പിൾ. നമുക്ക് ഏതായാലും ഉള്ളോട്ട് പോയിട്ട് കാണാം.
നമ്മുടെ സുശീൽദാം ടെമ്പിളിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡല്ല, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ആ മാർബിളിനെ കൊണ്ടില്ല, കംപ്ലീറ്റ് മാർബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മെയിൻ ടെമ്പിളും അതിൻ്റെ സൈഡിലുള്ള ടെമ്പിളും ജെയിൻ ടെമ്പിളാണ് ശരിക്കും. അതിൻ്റെ അടുത്ത് തന്നെ ഇത് സ്റ്റേ ഒക്കെ ഉണ്ട്. ദൂരത്ത് നിന്ന് വരുന്നവർക്കൊക്കെ താമസിക്കാനൊക്കെ ഉള്ള സ്റ്റേയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. ശരിക്കും ഒരു നല്ല വൈബാണ് അവിടെ ഇരിക്കാനും, പുറത്തെല്ലാം ആൾക്കാർ ഇരിക്കാനും. നല്ല കാറ്റും ഇതുകൊണ്ടോ മരങ്ങളും. ഇതിൻ്റെ അപ്പുറത്ത് കുറവോ വലിയ ജാതിയാകട്ടെ, ജാതി തോട്ടമുണ്ട്. ഇതിൽ കാണില്ല, മറ്റേ ക്യാമറയിലാക്കിയിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള മതിലാണിത്. ആ മതിലിൻ്റെ അപ്പുറത്ത് കംപ്ലീറ്റ് ജാതി തോട്ടാണ്. രസമുണ്ടല്ലേ. കിച്ചു പോവാ പോവാ. ആ ഇത് നമ്മൾ വരുമ്പം ആദ്യം ചെരുപ്പൊക്കെ ഇവിടെ അഴിച്ചു വെച്ച് കാലൊക്കെ കഴുകി അങ്ങനെയായിരുന്നു ഉള്ളിൽ പോയത്. നമ്മളിപ്പം കണ്ടു, തിരിച്ചിറങ്ങി നമ്മളിപ്പം പോവാണ്. ഈ ഫ്ലവർ കണ്ട അടിപൊളി. ബാംഗ്ലൂരിൽ ഒരുപാട് ഗാർഡനുകളിലും കണ്ട നല്ല ഫ്ലവറാണ് ഇത്. നല്ല രസമുണ്ട് വിരിഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട്. നോക്കി എന്താ രസം നോക്കി, അത് കാറ്റൊക്കെ ഇങ്ങനെ വാഴുന്നു. അങ്ങനെ നമ്മൾ സുശീൽദാം ടെമ്പിള് കണ്ടു, തിരിച്ചിറങ്ങുകയാണ്, വീട്ടിലേക്ക് പോവാണ്. നോക്കിയേ പുറകിൽ സുശീൽദാം ടെമ്പിള്. ഒരു ചെറിയ വ്ളോഗാണ്. അപ്പം ഇത് അന്നേ ഒരു പ്ലാനിൽ ഉണ്ടായതായിരുന്നു. ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കസിനൊക്കെ വന്നേരം അവർ ഒരുപാട് കാലം ബാംഗ്ലൂരിൽ താമസിച്ചാണ് ഇവിടെ അടുത്ത് തന്നെ. അപ്പം കാണാമെന്ന് പറഞ്ഞേരം ഇറങ്ങി. ആ സമയത്ത് തന്നെ ഞാനൊരു വീഡിയോ ആക്കി ചെറുതായിട്ട്. എന്തുണ്ട്, അടിപൊളി വീഡിയോ അല്ലേ? നല്ലൊരു അമ്പലമാണ്. ഇതേപോലെ തന്നെ ഞാൻ ഇതിന് മുന്നിൽ പറഞ്ഞില്ലേ, ഡൽഹിയിൽ അല്ല ജയ്പൂരിലൊക്കെ ബിർള മന്ദിറാണ്. അത് ഇതിനെക്കാട്ടിയും കുറച്ച് വേറെ ലെവലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് വർഷം മുന്നിലേ കണ്ടതാണ്. അപ്പം ബിർള മന്ദിർ അടിപൊളിയായിരുന്നു. അത് ഡൽഹിയിലുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളെ സുശീൽദാം ടെമ്പിളിൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കൊരു അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.